മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ 1 മിനിറ്റ് കൊണ്ട് പഠിച്ചാലോ? അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കോൺസെപ്റ്റുകളാണ്. ഒന്ന് മാർക്കറ്റിംഗ് ഫിലോസഫീസും, 2 4 എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. ആദ്യം മാർക്കറ്റിംഗ് ഫിലോസഫീസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. അവിടെ എന്ത് കാര്യമാണ് ഫോക്കസ് ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റ് എങ്ങനെ, അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റേജസ് അതെങ്ങനെയാണ് എന്നൊരു കാര്യമാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്. അവിടെ എന്താ ചെയ്യുന്നത്? ഫോക്കസ് ഓൺ ക്വാളിറ്റി ഓഫ് എ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്ന കാര്യം. അടുത്തൊരു കാര്യമാണ് സെല്ലിംഗ് കോൺസെപ്റ്റ്. അവിടെ എന്താ മാക്സിമം സെയിൽസ് നടത്തുക, അതിലൂടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അവിടെ എന്താ ചെയ്യുന്നത്? അതായത് കൺസ്യൂമറിന്റെ നീഡ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഫിലോസഫിയാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ദെൻ അടുത്താണ് എന്ത് ചെയ്യുന്നത്? സൊസൈറ്റൽ കോൺസെപ്റ്റ്. അവിടെ എന്താ ചെയ്യുന്നത്? സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് സൊസൈറ്റൽ കോൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ എന്ത് ചെയ്യുക? നമ്മൾ മാക്സിമം പ്രോഫിറ്റിലെത്തുക, അല്ലെങ്കിൽ ബിസിനസ് നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ടാക്കുക. അപ്പോൾ ഇത് 4 ഡിഫറെന്റ് ഫിലോസഫീസ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റിംഗിൽ 4 എലമെന്റ്സ് കൂടെ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. ഒന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ടു സെൽ, എന്താണ് സെല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം പ്രൈസ്. ഓക്കെ, ആ ഒരു പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യുന്നുള്ളൊരു കാര്യം. മൂന്നാമത്തെ എലമെന്റ് ആണ് പ്ലേസ്, വെയർ ടു സെൽ, എവിടെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. പ്രൊമോഷൻ, ഹൗ ടു പ്രൊമോട്ട്, ഒരു പ്രൊഡക്റ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഡിഫറെന്റ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊക്കെയാണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.